തിരുമേനി AV കുഞ്ഞമ്പ് സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ നിഷാകുമാരി ടീച്ചറെ അനുമോദിച്ചു. കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച ഓൺലൈൻ പുസ്തകാസ്വാദന മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയത് തിരുമേനി SNDP LP സ്കൂൾ അധ്യാപിക കൂടിയായ നിഷാകുമാരി ടീച്ചറാണ്. തിരുമേനിയിൽ നടന്ന അനുമോദന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വായന മരിക്കുന്നു എന്നൊരു പ്രയോഗമുണ്ട്. എനിക്കതിനോട് യോജിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ആ പ്രയോഗത്തിൽ തൊടുന്നില്ല. പക്ഷെ വായന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. വായന കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും തെല്ലാശ്വാസമുണ്ടാകുന്നത് ഇപ്പോൾ പഴയ തലമുറയിൽപ്പെട്ട എനിക്ക് തെല്ലാശ്വാസമുണ്ടാകുന്നത് ഈ ചെറുപ്പക്കാരായ ചിലരെങ്കിലും വായനയിൽ വളരെ താല്പര്യത്തോടെ വരികയും വായനാനുഭവങ്ങൾ പങ്കിട്ട് അതിൽ വിജയിയാവുകയും ചെയ്യുന്നു എന്നറിയുമ്പോൾ ഞാൻ ഈ ടീച്ചർക്ക് ഈ അവാർഡ് കിട്ടിയത്, എനിക്ക് ടീച്ചർ SNDPയിലെ ടീച്ചറാണെന്നോ ചെറുപുഴ പഞ്ചായത്തിലെ ടീച്ചറാണെന്നോ അറിയില്ല. ഈ ടീച്ചർക്ക് അവാർഡ് കിട്ടിയത് ഞാൻ കണ്ടിരുന്നു, ഏതോ ഒരു ഫേസ്ബുക്കിൽ എവിടെയോ ഒരിടത്ത് കണ്ടിരുന്നു. അതിൽ ഇവിടെ ഉള്ളവരാരും ഇട്ടതല്ല. ഇവിടെ ഉള്ളവരാരും ഇട്ടാണെങ്കിൽ അത് കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാം. ഞാനപ്പം തന്നെ ഒരു ക്ലാപ്പ് ഇട്ടു, പിന്നെ അതങ്ങ് വിട്ടു. പിന്നെയാണ് പ്രസൂൺ വിളിച്ചപ്പോഴാണ് ഞാൻ വീണ്ടും ഇതൊന്നുകൂടെ തിരഞ്ഞത്. വീണ്ടും തിരഞ്ഞപ്പോൾ കുറച്ചധികം കാണുന്നുണ്ട്, ആരൊക്കെയോ ഇട്ട ഇത് കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പേരിനോടുള്ള ഭ്രമം കൊണ്ട്, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായൊരു പേരാണ്. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരുള്ള 2 സ്ത്രീകളുടെ കഥ. ധ എന്ന അക്ഷരമല്ല, ത എന്ന അക്ഷരമാണ് ആ പുസ്തകത്തിലുള്ളത്. സ്ഥിരസമിതി അധ്യക്ഷൻ KK ജോയി, VN ഗോപി, KC പ്രസൂൺ, VG ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. നിഷാകുമാരി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. അതായത് ഒരു കണ്ണൂരിൻ്റെ നാട്ടുഭാഷ, അതാണ് ഇതിലെ ഏറ്റവും എടുത്തു പറയത്തക്കേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഷ തന്നെയാണ്. കണ്ണൂരിൻ്റെ നാട്ടുഭാഷ എന്ന് പറഞ്ഞാൽ ഇപ്പം പൊതുവിൽ നമ്മൾ നമ്മുടെ സ്കൂളുകളിലായാലും തമ്മിൽ സംസാരിക്കുമ്പോഴായിരിക്കും ഒരു നാട്ടുഭാഷ വരവ് കുറവാണ്. എന്നാൽ പഴയ കാലത്ത് ഇപ്പം നമ്മൾ പ്രാപ്പയിൽ വൈക്കര തമ്പായിട്ടൊക്കെ സംസാരിക്കുവാണെങ്കിൽ തനി നാടൻ ഭാഷ നമ്മുടെ വായിൽ നിന്നും വീഴും, ഇങ്ങോട്ടും വരും. പക്ഷെ അങ്ങനെ സംസാരിക്കാതിരുന്ന് ആ ഭാഷയെ നമ്മൾ പൂർണ്ണമായി വിട്ടുപോയി. നമ്മുടെ അച്ചടി ഭാഷയായി സ്കൂളിലെ കുട്ടികളോട് സംസാരിക്കുന്നതും ഒക്കെ നമ്മളൊരു സാധാരണ ഒരു എഴുത്ത് ഭാഷയുടെ രൂപത്തിലേക്ക് മാറി. ആ ഭാഷയാണ് ഇതിലെ ഈ എഴുത്തിൻ്റെ ഈ പേരിലെ ഈ കഥ എന്ന് പിന്നെ നാമകരണത്തിലെ ഈ കഥ എന്ന് വരാനുണ്ടായ കാരണം. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഒരു അധ്യായത്തിൽ, 2ാമത്തെ അധ്യായത്തിൽ ഞാനതിന് ആ ഒരു ഭാഷ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാം. ഇതിൽ പറയുന്നത് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, തൻ്റെ ഭർത്താവുമായിട്ടുള്ള ദാമ്പത്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ ആ സ്ത്രീ അവിടെ എത്തിയിട്ട് പിന്നെ അവരെ കാണാൻ വേണ്ടി ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം നീ എന്തായാലും മനഃശാസ്ത്രജ്ഞനെ പോയി ഒന്ന് കാണണം, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്ന് പറഞ്ഞ് അവർ പോയ സമയത്ത് കല്യാണി ചേച്ചിയും ആ സ്ത്രീയും തമ്മിലുള്ള ഒരു ചെറിയൊരു സംഭാഷണമുണ്ട്. അതൊന്ന് ഞാൻ വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഷ പെട്ടെന്ന് ഈ പുസ്തകം പെട്ടെന്ന് നമ്മൾ വായിക്കാൻ എടുത്തു കഴിയുമ്പോൾ ഇത് ആദ്യത്തെ പേജ് വായിക്കുമ്പോൾ തന്നെ മടക്കി വെച്ചിട്ട് പോകും സാധാരണഗതിയിൽ. കാരണം ഇതിലെ ഭാഷ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട്. കല്യാണി ചേച്ചി, എവിടെയാണേ രാവിലെ കീഞ്ഞു പോയിനി? ഇതെല്ലാം ഒന്ന് ശരിയാവുമോ നോക്കാനാ. ഏതെല്ലാം? ഇപ്പോൾ താറുമാറായി കിടക്കുന്നതെല്ലാം. അത് ശരിയാക്കുന്ന ആരെങ്കിലും പുറത്തുണ്ടാ? അതൊക്കെ പഠിച്ചവരുണ്ടത്രേ. ആരാൻ്റെ ജീവിതം ശരിയാക്കാനും ആൾക്കാർ പഠിച്ചു തുടങ്ങിയാ. ഞാൻ അയാളെയും കൂട്ടി കാണണമെന്ന് ഇവിടെ നിർബന്ധം. ഇനി നിങ്ങൾ ഓൻ പറയുന്ന പോലെയാ ജീവിക്കാൻ കണ്ടിനി? അറിയില്ല. അയാൾ പറഞ്ഞതുപോലെ കുറച്ചു കാലം ജീവിച്ച് നോക്കാം. എത്ര കാലം ഓൻ കുറച്ച് തന്ന മാതിരി ജീവിക്കണ്ട്? 6 മാസം. അപ്പോഴേക്ക് ഈ കുടലുള്ളതിനാ നീ പെറൂലേ? അന്നേരം ഓൻ്റെ ഷീട്ട് മാറ്റി എഴുതണ്ടേ? വേണ്ടി വരും. നിനക്ക് മാസേതാ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം. മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ
ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിംഗ്, കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ വർക്കുകൾ, പ്ലാൻ, എസ്റ്റിമേഷൻ, സൂപ്പർവിഷൻ, ഡോക്യുമെന്റേഷൻ. ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും 100% വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു. ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക്, ചെറുപുഴ. 9400557109.